വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വസിക്കുന്നവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കും. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ. അവൾ വിശ്വസിച്ചു. വിശ്വാസത്തോടെ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടു. ഉടനെ ശക്തി പുറപ്പെട്ടു. അവളുടെ രക്തസ്രവം നിന്നു. നാലാളൊരു പക്ഷവാതക്കാരനെ ചുമന്നുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കാം. ശതാധിപൻ പറഞ്ഞു, ഗുരു, അവിടുന്ന് അങ്ങ് ദൂരെ നിന്നൊരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. യേശു ആ മനുഷ്യൻ്റെ വിശ്വാസം കണ്ട് അതിശയിച്ചു. പ്രിയപ്പെട്ടവരെ, വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്. യേശു നിങ്ങൾക്ക് ആശ നൽകുകയാണ്. അസാധ്യങ്ങൾ സാധ്യമാകും. നിങ്ങളുടെ ശരീരത്തിലെ രോഗം അതെത്ര അസാധ്യമാണെന്ന് ലോകം പറഞ്ഞാലും, അതിനൊരു സൗഖ്യമുണ്ടാകില്ലെന്ന് ലോകം പറഞ്ഞാലും, യേശുവിൽ വിശ്വസിച്ച സൗഖ്യം പ്രാപിച്ച ഒരു കൂട്ടം ആളുകൾ ചുറ്റും നിന്ന് പറയുകയാണ്, യേശു ക്രിസ്തു ആശ നൽകുന്നു. യേശു രോഗികളെ സൗഖ്യമാക്കുന്ന ദൈവം, പാപികളെ രക്ഷിക്കുന്ന ദൈവം, ആശ നൽകുന്ന ദൈവം. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. ദൈവം എന്താണ് പറഞ്ഞത്? ആകാശത്തിലെ നക്ഷത്രങ്ങൾ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ നിനക്ക് മക്കളെ തരും. പ്രിയപ്പെട്ടവരെ, അബ്രഹാം അത് വിശ്വസിച്ചു. തൻ്റെ 100-ാമത്തെ വയസ്സിലും ദൈവം അത് ചെയ്യും, ദൈവശക്തനാണെന്ന് അബ്രഹാം വിശ്വസിച്ചു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വചനമാണ്. ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നമുക്ക് ലഭിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാമോ? നാം ഈ കാണുന്നതെല്ലാം ഉളവായത് ദൈവത്തിൻ്റെ വചനത്താലാണ്. ആകാശവും ഭൂമിയൊക്കെ ഉളവായതിൻ്റെ കാരണം ദൃശ്യമായതല്ല. അതിൻ്റെ പുറകിൽ അദൃശ്യമായതൊന്നുണ്ട്. ദൈവത്തിൻ്റെ ശബ്ദം മുഴങ്ങിയപ്പോഴാണ് ഇതൊക്കെ ഉരുവായത്. വചനത്തിന് നിങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയും. വചനത്തിന് നിങ്ങളെ ജീവിപ്പിക്കുവാൻ കഴിയും. വചനത്തിന് നിങ്ങളുടെ അസാധ്യതകളെ സാധ്യമാക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ വചനം അതിവേഗം ഓടുന്ന വചനമാണ്. വിശ്വസിക്കുക. ദൈവം നിങ്ങളെ ഒരു നാൾ തള്ളിക്കളയില്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വിശ്വാസത്തോടെ വചനത്തോട് പ്രതികരിക്കാം. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.